രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു തോന്നൽ മൂന്നാർക്കൊന്ന് പോയാലോ, അവിടുത്തെ ക്ലൈമറ്റ് എന്താണ്, അല്ലെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. പോയി നോക്കാം എന്ന് വിചാരിച്ച് വേഗം രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് കുളിച്ച് 2 ജോഡി ഡ്രസ്സും ബാഗിലിട്ട് ചാർജറും ഫോണും എല്ലാം സെറ്റാക്കി പോണ വഴിക്ക് ഒരു വടയും ചായയും കഴിച്ച് നേരെ വിട്ട് മൂന്നാർക്ക്. പെരുമ്പാവൂർ റൂട്ടിൽ നിന്നാണ് മൂന്നാർക്ക് ഇടിച്ചു പാലം കയറി. അങ്ങനെ നമ്മൾ മൂന്നാറിലെത്തിയപ്പോഴാണ് തോന്നിയത് നൂഡിൽസ്, നല്ല തണവും നല്ല മഴയും. അപ്പം നല്ലൊരു നൂഡിൽസ് കഴിക്കാൻ തുടങ്ങി. ഒരു എഗ്ഗ് നൂഡിൽസ് ചെറിയ കടകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ കയറി ഒരു എഗ്ഗ് നൂഡിൽസൊക്കെ കഴിച്ച് അവിടെ ചോദിച്ചു ഇവിടെ നിന്ന് എങ്ങനെ വട്ടവടയിലേക്ക് പോകാമെന്ന്. അങ്ങനെ വട്ടവട പോകുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. പിന്നെ ദുൽഖർ സൽമാൻ പറഞ്ഞ പോലെ വട്ടവടയിലേക്ക് ഇത്ര ദൂരം നമുക്ക് തോന്നിയില്ല. മൂന്നാറിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. നല്ല കാഴ്ചകൾ, നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് തോട്ടത്തിലൊക്കെ ഒന്ന് ഇറങ്ങി നേരെ വിട്ട്. അങ്ങനെ ക്യാരറ്റ് വിൽക്കണ പയ്യന്മാരെയും കണ്ട് അവരോട് സംസാരിച്ചൊരു ഹായും പറഞ്ഞ് അവിടെ നിന്ന് വിട്ടു. അപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെത്തി സാറ് കുറച്ച് നേരം സംസാരിച്ച് തിരിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് എവിടെ ഇറങ്ങണ്ട, മൃഗങ്ങളൊക്കെ ഇറങ്ങും, പ്രത്യേകിച്ച് ആന എന്ന് പറഞ്ഞ്. നമ്മളെവിടെ പോയില്ല, ഒരു ആനനെ പോയിട്ട് ഒരു ഉറുമ്പിനെ പോലും കാണാറില്ല. അങ്ങനെ നേരെ അവിടെ നിന്ന് മഴയും കൊണ്ട് നേരെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വട്ടവട. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ചയും മൂടൽമഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കാണില്ല അതേപോലത്തെ. പിന്നെ ചെറിയൊരു പേടിയൊക്കെ തോന്നും, കുഞ്ഞു വഴികൾ. അങ്ങനെ നേരെ വിട്ടു. നമ്മളവിടെ പോയാലും മൃഗങ്ങളൊന്നും കാണാത്തതുകൊണ്ട് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഇതാണ് ട്ടോ വട്ടവടയ്ക്ക് പോണ റൂട്ട്. 2 സൈഡിലും നല്ല കാടായിരുന്നു, കുഞ്ഞു വഴികളും, വണ്ടികളൊന്നും അധികമില്ല. പിന്നെ നല്ല മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു. കുറച്ച് പോയി കഴിഞ്ഞാൽ മഴ, പിന്നെ അത് കഴിഞ്ഞ് നല്ല മൂടൽമഞ്ഞ്, നല്ല കാറ്റ്, അങ്ങനെയൊക്കെ ആയിട്ട്. ആനയുണ്ട് പുലിയുണ്ടെന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാങ്ങ തൊലിയും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വണ്ടിക്ക് നല്ല ബ്രേക്ക് ഉള്ളതുകൊണ്ട് ആനയുടെ മേത്തെങ്കിലും ഇടിച്ച് നിൽക്കുമല്ലോ എന്ന് ആ മാതിരി പോക്കായിരുന്നു പോയതേ. പിന്നെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നല്ല സ്പീഡിലാണ് വിട്ട്. അങ്ങനെ നമ്മൾ വട്ടവടയിലെത്തിയപ്പോൾ കാഴ്ചകളാണ്, നിറയെ തോട്ടങ്ങൾ, പച്ചക്കറി തോട്ടങ്ങൾ. അപ്പോൾ സ്ട്രോബെറി ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരെ സ്ട്രോബെറി തോട്ടത്തേക്ക് അങ്ങോട്ട് നടന്നു. അപ്പോഴാണ് സൂര്യകാന്തി കണ്ടത്. സൂര്യകാന്തിനെ പിടിച്ച് നിർത്തി ഫോട്ടോയൊക്കെ എടുത്ത്. നല്ല ഭംഗിയുണ്ടായിരുന്നു പൂവിനെ. തൊടാൻ പാടുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് തൊടാൻ തോന്നി, ഞാൻ തൊട്ട്. അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് മെല്ലെ ഇങ്ങനെ നടന്നു. നല്ല മഴച്ചാറലും ഉണ്ടായിരുന്നു, അതും കൊണ്ട് പതിയെ സൂര്യകാന്തേനെ നോക്കി സംസാരിച്ച് അങ്ങ് നടന്നു. തോട്ടത്തിലാണെങ്കിൽ വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഒരു സ്ട്രോബെറി ഞാൻ പൊട്ടിച്ചോട്ടെ എന്ന്. ചേട്ടൻ പറഞ്ഞു ഓക്കെ പൊട്ടിച്ചോന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഉടുപ്പൊക്കെ വളച്ചു കുത്തിയിട്ട് ഒറ്റ ചാട്ട സ്ട്രോബെറി തോട്ടത്തേക്ക്. ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് KK ജോസഫ് എന്നും പറഞ്ഞൊരു ചാട്ടവും ചാടി. ഭാഗ്യത്തിന് വഴിക്ക് വീണില്ല, എല്ലാം വഴുക്കലുണ്ടായിരുന്നു. സ്ട്രോബെറിയൊക്കെ നല്ലത് നോക്കി പൊട്ടിച്ചു. അപ്പം തന്നെ വായിലും വെച്ച് നോക്കി, നല്ല പുളിപ്പുണ്ടായിരുന്നു. ഇതാണ് സ്ട്രോബെറി എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് നേരം ആലോചിച്ച് നിന്നു. പിന്നെ അവിടെ കിടന്ന സ്ട്രോബെറികളൊക്കെ അത്യാവശ്യം പൊട്ടിച്ച് കൊട്ടയിൽ വെച്ചു. എൻ്റെ പറമ്പിലിറങ്ങി പൊട്ടിക്കണ പോലെയുള്ള അധികാരമൊക്കെ കാണിച്ച് കൊട്ടയൊക്കെ നീട്ടി കാണിച്ച് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ തന്നെ വെച്ചു. കട്ട് തിന്നണേൻ്റെ സുഖമൊന്നും വേറെ എന്ന രീതിയിൽ തിന്നുകയും ചെയ്തു. അവിടുന്ന് ഇവിടെ നിന്നാണെങ്കിൽ ഇറങ്ങാനും തോന്നില്ല. ചെറിയൊരു മഴച്ചാറിലും പിന്നെ മഞ്ഞും ചുറ്റിലും മലകളും കഴിഞ്ഞ സ്ട്രോബെറി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ തോട്ടത്തിലെ ചേട്ടൻ വന്നത്. ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാനൊരു സ്ട്രോബെറി പറിച്ച് കഴിച്ചിട്ടുണ്ട്, പിന്നെ 2 കൊട്ടയിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് കഴിച്ചു വിട്ടാന്ന് പറഞ്ഞു. ആള് പറഞ്ഞാൽ കഴിച്ചോന്നും പറഞ്ഞ ആള് ചിരിച്ച് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറി. ഓടിക്കയറല്ല ചെയ്തത്, ചാടിക്കയറുക ചെയ്തത്. തലവറ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സ്റ്റെപ്പൊക്കെ ഇട്ട് ചാടി കയറുക ചെയ്തത്. പിന്നെ മുകളിലെത്തിയപ്പോൾ എന്തൊരു ഭംഗിയാന്ന് പറയണ്ട, അത്രയും ഭംഗി. ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, അങ്ങനെയുള്ള തോട്ടങ്ങൾ, അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ പതുക്കെ ചെറിയ വഴികൾ, എല്ലാത്തിലും കയറി. പിന്നെ ഞാൻ കാടിനോടും മലകളോടും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, അതിനിടയിൽ ആസ്വദിച്ച് നന്നായി ഭക്ഷണവും കഴിക്കുന്നുണ്ട്. നല്ല തണവും നല്ല വിശപ്പുണ്ടായിരുന്നോണ്ട് നല്ല ചോറും ബിരിയാണിയൊക്കെ അടിച്ച് കയറ്റി ചിരിച്ച് സന്തോഷമായിട്ട് നടക്കണ് വീണ്ടും. അപ്പോൾ മുകളിലുള്ള തോട്ടത്തിൻ്റെ ഭംഗിയാണ് കാണുന്നത്. സ്ട്രോബെറി തോട്ടമുണ്ട്, പല തോട്ടങ്ങൾ, പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ടൈം വളരെ കുറവായതുകൊണ്ട് അധികമൊന്നും നമ്മൾ തോട്ടത്തിലേക്ക് പോയില്ല. ഇതാണ് നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലം.
ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴുള്ള കാഴ്ച കേട്ടപ്പോൾ കണ്ടത് നമ്മൾ. പിന്നെ നേരെ അങ്ങോട്ട് സമയം കുറവായതുകൊണ്ട് വീട്ടിലേക്ക് വിട്ടു. അവിടെ ചെക്ക് പോസ്റ്റിലെ സാറിനോട് പറഞ്ഞ അവിടെ തിരിച്ചു വരില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ കാണാൻ അധികമൊന്നും ഉണ്ടെന്ന് തോന്നില്ല, നിറയെ തോട്ടങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ടൈം കുറവായതുകൊണ്ട് നമ്മൾ കണ്ട തോട്ടത്തിലൊന്ന് എൻജോയ് ചെയ്ത് നേരെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു. നല്ല മഞ്ഞും മഴയായിരുന്നു. നല്ല മഴയായതുകൊണ്ട് വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അപ്പം നേരെ അടിമാലി ചുരമൊക്കെ അങ്ങോട്ട് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് തന്നെ യാത്ര തിരിച്ചു.